ചാനൽ സ്റ്റാർട്ട് ചെയ്തോന്നല്ലാതെ ക്രാഫ്റ്റ് ചെയ്യാനുള്ള ബേസിക് മെറ്റീരിയൽസും കൂടി എൻ്റെ അടുത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 2 ദിവസം മുമ്പ് ക്രാഫ്റ്റ് ഷോപ്പ് പോയിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഈ ബ്രിക്ക് പാറ്റേണിലുള്ള വാൾപേപ്പറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വാങ്ങിയത് ഈ ഫ്ലവർ ആയിരുന്നു. ഇതിന് പ്രത്യേകിച്ച് റീസണൊന്നുമില്ല, കണ്ടു ഇഷ്ടപ്പെട്ടു വാങ്ങി, അത്രേ ഉള്ളൂ. പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആക്കി വെക്കാമല്ലോ. പിന്നെ വാങ്ങിയത് ഈ 4 കളർ ക്രേ പേപ്പറാണ്. ഞാൻ ഉദ്ദേശിച്ച കളറൊക്കെ സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 4 കളേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉപയോഗമൊന്നും അറിയില്ലെങ്കിലും മിക്ക ക്രാഫ്റ്റേഴ്സിൻ്റെയും കയ്യിലുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ വാങ്ങിയൊരു സാധനമാണ് ഈ ഗ്ലൂ ഗണ്ണ്. പിന്നെ ഒരു പാക്കറ്റ് ടിഷ്യൂ പേപ്പറും ഒരു പാക്കറ്റ് ഐസ്ക്രീം സ്റ്റിക്കും വാങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാമല്ലോ. പിന്നെ ഫ്രെയിമൊക്കെ വെക്കാൻ പറ്റിയ ഈ ചെറിയ വുഡൻ സ്റ്റാൻഡും വാങ്ങിയിട്ടുണ്ട്. ഗ്ലാസ് ഇല്ലാത്തൊരു ഫ്രെയിമും വാങ്ങിയിട്ടുണ്ട്. പിന്നെ പെയിൻറ്റ് ബ്രഷ്, ഇൻവിസിബിൾ ടാപ്പ്, കോപ്പർ വയർ, ഡബിൾ സൈഡ് ടാപ്പ്, ഗ്രീൻ ടാപ്പ്, അങ്ങനെ കുറച്ച് ബേസിക് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. ഈ 2 റിബണും കളറ് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാട്ടോ. ബ്ലാക്ക് ഇങ്ക്വെയറിന് 3 പേന വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബ്ലാക്കും വൈറ്റും ഉൾപ്പെടെ 5 കളറ് അക്രിലിക് പെയിൻറ്റും വാങ്ങിയിട്ടുണ്ട്. സീനറി പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാമെന്ന് കരുതി വാങ്ങിയതാണ് ഈ 2 വുഡൻ പീസ്. ഞാൻ വാങ്ങിയ ഐറ്റംസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ ജേണൽ ബുക്ക്. ഈ 100 പീസ് കളർ പേപ്പേഴ്സ് വരുന്ന പാക്കറ്റ് വാങ്ങിയിട്ട് ഞാനെൻ്റെ ഷോപ്പിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചാനൽ വളരും തോറും നമുക്ക് ഇനിയും സാധനങ്ങൾ വാങ്ങണം. സോ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട.